Hello everyone, welcome to Competitive Cracker. ഞാൻ ഡോക്ടർ രമ്യ. അപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ജൂലൈയിലാണ് നമ്മുടെ സെറ്റിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ്. അപ്പം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നമ്മൾ അനലിറ്റിക്കൽ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. ഒത്തിരി കാര്യങ്ങൾ ഇൻസ്ട്രുമെൻറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്രോപ്രിയേറ്റ് റീസൺ ഫോർ ഡീവിയേഷൻ ഫ്രം ബിയേഴ്സ് ലോ എമംഗ് ദ ഫോളോയിങ് ആർ. ഇപ്രാവശ്യത്തെ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു monochromaticity of light, very high concentration of the analyte, association of analyte, dissociation of analyte. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ബിയർ ലാംബർട്ട്സ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം അബ്സോർബൻസ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണലാണ്? കോൺസെൻട്രേഷനും പാത്ത് ലെങ്തിനും പ്രപ്പോർഷണലാണ് അല്ലേ? അപ്പോൾ A = εcl എന്ന് പറയുന്ന രീതിയിലായിരിക്കും നമ്മളുടെ ബിയർ ലാംബർട്ട്സ് ലോ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? അപ്രോപ്രിയേറ്റ് റീസൺ ഫോർ ദ ഡീവിയേഷൻ ഫ്രം ദ ബിയേഴ്സ് ലോ എമംഗ് ദ ഫോളോയിങ്. അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പം നോക്കിക്കേ, മോണോക്രോമാറ്റിക് ലൈറ്റ് മോണോക്രോമാറ്റിക് ആണെങ്കിൽ ബിയർ ലാംബർട്ട്സ് ലോയിൽ യാതൊരു തരത്തിലുള്ള ഡീവിയേഷനും വരത്തില്ല. കാര്യം മോണോക്രോമാറ്റിക് റേഡിയേഷൻസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡീവിയേഷൻ വരാനുള്ള റീസൺ ആണ് ചോദിച്ചേക്കുന്നത്. എ വെരി ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ദ അൺലൈറ്റ്. നമ്മൾ കോൺസെൻട്രേഷൻ ഒരു ഓപ്റ്റിമം ലെവലിൽ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. വെരി ഹൈ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അബ്സോർബൻസിനും അതിൻ്റെ ട്രാൻസ്മിറ്റൻസിനും എല്ലാം വ്യത്യാസം വരും. സോ അത് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വളരെ കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷൻസ് ഒന്നും ബിയർ ലാംബർട്ട്സ് ലോ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെക്ട്രോഫോട്ടോമീറ്ററുകളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. രണ്ടാമത് പറയുന്നത് അസോസിയേഷൻ ഓഫ് അൺലൈറ്റ് ആൻഡ് ഡിസോസിയേഷൻ ഓഫ് അൺലൈറ്റ്. ഇത് രണ്ടും എന്താണ്? നമ്മളുടെ അനലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളുടെ റിസൾട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ ഈ വെരി ഹൈ കോൺസെൻട്രേഷനും അസോസിയേഷൻ ഓഫ് അൺലൈറ്റും ഡിസോസിയേഷൻ ഓഫ് അൺലൈറ്റും എല്ലാം എന്തിന് കാരണമാവും? നമ്മളുടെ ഡീവിയേഷൻ ഫ്രം ബിയർ ലാംബർട്ട്സ് ലോയ്ക്ക് കാരണമാകും, അല്ലെങ്കിൽ ആ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിസൾട്ടിനെ അതെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 2, 3, 4 ഇത് അഫക്റ്റ് ചെയ്യും, ഇത് അഫക്റ്റ് ചെയ്യും, ഇത് അഫക്റ്റ് ചെയ്യും. ഇത് മാത്രം നമ്മുടെ ബിയർ ലാംബർട്ട്സ് ലോയെ അഫക്റ്റ് ചെയ്യത്തില്ല. മനസ്സിലാവുന്നു? അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കാം, ഈ ഡീവിയേഷൻസ് വരാനുള്ള പ്രോപ്പറായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് അബ്സോർബിങ് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോഴത്തേന് ആ കോമ്പൗണ്ടിന് ഡിസോസിയേഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ അവിടെ അസോസിയേഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ സോൾവെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവുക. അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്പെക്ട്രത്തിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അബ്സോർഷൻ സ്പെക്ട്രം ആയിരിക്കും. അതെന്തായാലും ഒത്തിരി എറേഴ്സ് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഈ റീസൺസ് എല്ലാം കൊണ്ട് ഡീവിയേഷൻസ് വരാം. അതേ കണക്ക് തന്നെ സ്ട്രേ റേഡിയേഷൻസിൻ്റെ പ്രസൻസ്. നമ്മൾ മോണോക്രോമാറ്റിക് റേഡിയേഷൻസ് തന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിന് ഒരു പെർട്ടിക്കുലർ അബ്സോർഷൻ കാണും. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് നമ്മൾ ആ ഒരു റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്കാൻ ചെയ്യുന്നത്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രേ റേഡിയേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അതും എന്ത് ബാധിക്കും? നമ്മുടെ സ്പെക്ട്രത്തിനെ ബാധിക്കും. അതേ കണക്ക് തന്നെ പോളിക്രോമാറ്റിക് റേഡിയേഷൻ. നമ്മൾ ഈ ബിയർ ലാംബർട്ട്സ് ലോയിൽ പറയുമ്പോഴേ എന്താണ് പറയുന്നത്? മോണോക്രോമാറ്റിക് റേഡിയേഷൻ പാസസ് ത്രൂ എ മീഡിയം അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് മോണോക്രോമാറ്റിക്, ഒരു വേവ് ലെങ്ത്, ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ഒരു റേഡിയേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സ്ട്രേ റേഡിയേഷൻസിൻ്റെ പ്രസൻസ്, പോളിക്രോമാറ്റിക് റേഡിയേഷൻസ്, അതേ കണക്ക് തന്നെ നമ്മളുടെ അൺലൈറ്റിനുണ്ടാകുന്ന ഡിസോസിയേഷൻ, അസോസിയേഷൻ ആഫ്റ്റർ ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്, ഇതെല്ലാം എന്തിനെ ബാധിക്കും? ഈ ബിയർ ലാംബർട്ട്സ് ലോയിൽ നിന്നുള്ള ഡീവിയേഷന് കാരണമാകും. അത് നമ്മളുടെ അൺലൈറ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടിനെയും ബാധിക്കും. മനസ്സിലാവുന്നു? അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്തൊക്കെയാണ്? ഡീവിയേഷൻ ഫ്രം ബിയർ ലാംബർട്ട്സ് ലോ ഡ്യൂ ടു very high concentration of analyte, association of analyte and dissociation of analyte. മനസ്സിലാകുന്നു? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രിസിഷനും ആക്യുറസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിച്ചുകൂടായികയില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം നമ്മളത് മനസ്സിലാക്കി വെച്ചേക്കണം. നമുക്കിവിടെ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് പിയും ക്യൂവും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത ഡേറ്റയാണ് നമുക്ക് തന്നേക്കുന്നത്. അവർ 5 ട്രയൽസ് ചെയ്തു. അപ്പോൾ ഓരോ ട്രയൽസിലും ഈ പിയുടെയും ക്യൂയുടെയും വാല്യൂസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പിൻ്റെ വാല്യൂയും ക്യൂവിൻ്റെ വാല്യൂയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് പല പല സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നേക്കുന്നത്. പി ആണോ പ്രിസൈസ്, അല്ലെങ്കിൽ ക്യൂ ആണോ പ്രിസൈസ്, പി ആക്യുറേറ്റ് ആണ്, ക്യൂ ആണ് ആക്യുറേറ്റ്, ഇങ്ങനെ പല ടൈപ്പിലുള്ള ഡേറ്റാസാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ നോക്കുക, പിയുടെ റിസൾട്ടുകൾ നോക്കുമ്പം 20.11, 20.52, 20.38. ക്യൂവിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ 20.25, 20.27, 20.24. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാവും. ക്യൂവിൻ്റെ റിസൾട്ടുകൾ എന്താണ്? ഇപ്പോൾ 20.25, 20.27, 20.24. ഇവിടെ
പിയുടെ നോക്കുമ്പോൾ 20.11, 20.52, 20.3, ആ തേർഡ് ഡിജിറ്റിലൊക്കെ വലിയ ഡീവിയേഷൻസ് വന്നേക്കാണ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ റിസൾട്ടുകളിൽ നിന്ന്? ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പി എന്നേക്കാളും ആരാണ് കൂടുതൽ പ്രിസൈസ് ആയിട്ട് വന്നേക്കുന്നത്? ക്യൂ ആണ്. മനസ്സിലാവുന്നു? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ഈസ് മോർ പ്രിസൈസ്. അത് തെറ്റല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ എന്താണ് അടുത്ത് നോക്കിക്കേ, ഇവിടെയും പി മോർ പ്രിസൈസ് എന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ എയും സിയും അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നോക്കിക്കേ ബി സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, ക്യൂ ഈസ് മോർ പ്രിസൈസ് ബട്ട് പി ഈസ് മോർ ആക്യുറേറ്റ്. നമുക്ക് ആക്യുറസിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ട്രൂ വാല്യൂ ഒന്നും തന്നിട്ടില്ല. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ റിപ്പീറ്റബിലിറ്റി ഓഫ് ദ റിസൾട്ടാണ്. ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ട്രൂ വാല്യൂമായിട്ടുള്ള ക്ലോസ്നെസ്സിനെയാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ഈസ് മോർ പ്രിസൈസ്, ക്യൂ മോർ പ്രിസൈസ് ആണ്. പി ഈസ് മോർ ആക്യുറേറ്റ്. ആക്യുറസിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൂ വാല്യൂ എന്താണെന്ന് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അതും പറയാൻ പറ്റത്തില്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, ക്യൂ ഈസ് മോർ പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ്. അത് വേണമെങ്കിൽ നമുക്ക് സംഭവിക്കാനായിട്ട് പറ്റും. കാര്യം നമുക്ക് ട്രൂ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ പോലും ക്യൂവിൻ്റെ വാല്യൂസ് എല്ലാം എന്താണ്? മോർ പ്രിസൈസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ആക്യുറസിയും കൂടുതലായിരിക്കും. മനസ്സിലാവുന്നു? അപ്പം ഇതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തരുമ്പോൾ നമ്മൾ ഡേറ്റ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ റിസൾട്ട് എന്ന് പറയുന്നത് ക്യൂ മോർ പ്രിസൈസ് ആണ്, അതേപോലെ തന്നെ ആക്യുറേറ്റ് ആണ്. അതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. ഞാൻ പറഞ്ഞു സെറ്റിൻ്റെ നമ്മുടെ എക്സാം വരാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് പഠിച്ച് സെറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നെ ഒരു പ്രാവശ്യം കൊണ്ട് എടുത്ത് നോക്കേണ്ട ഒരു ആവശ്യമല്ല. അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ കിട്ടുന്ന സമയത്ത് മാക്സിമം എക്സാംസ് എഴുതുക. ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നത് 2020 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് 23 വരെ ലാസ്റ്റ് നടന്നത് വരെ കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പം മാത്രമേ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ CCയിൽ ഇതിന് വേണ്ടിയിട്ടൊരു കോഴ്സ് ഉണ്ട്, 60 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് കോഴ്സ്. ഇതിനകത്ത് നമ്മൾ 2015 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു പാറ്റേൺ മനസ്സിലാവും. ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അതേപോലെ തന്നെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നോട്ട്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ ഫോക്കസ് ഏരിയ എവിടെയാണ് കൊടുക്കേണ്ടത്, കൂടുതൽ നമ്മൾ എവിടെയാണ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തത്, ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത്, ഈ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു 60 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ടൈം ടേബിളിൻ്റെ ബേസിസിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ടോപ്പിക്കുകൾ പഠിക്കണം, ഇത്ര ദിവസം ഇത്രാമത്തെ ദിവസം അതിന് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം, ഇന്നത്തെ ദിവസം നമ്മൾ റിവിഷൻ ചെയ്യണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ഫോക്കസ് ഏരിയ അറിയാമെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്ന ഏരിയാസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് തന്നെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പോർഷൻസ് എല്ലാം ഒരുവിധം പഠിച്ച് മനസ്സിലാക്കി സെറ്റിൻ്റെ എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിലാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വച്ചേക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓവർ പൊട്ടൻഷ്യൽ ഈസ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഓവർ പൊട്ടൻഷ്യൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് നോക്കിക്കേ, മെഷേർഡ് പൊട്ടൻഷ്യൽ അതല്ലാന്ന് നമുക്കറിയാം, റിവേഴ്സിബിൾ പൊട്ടൻഷ്യൽ. ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ പൊട്ടൻഷ്യൽ എന്നുള്ളതല്ല മീൻ ചെയ്യുന്നത്. അപ്പോൾ ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് പൊട്ടൻഷ്യൽ ആൻഡ് റിവേഴ്സിബിൾ വാല്യൂ വിച്ച് സൊല്യൂഷൻ എക്സിബിറ്റ് ബിഫോർ പാസേജ് ഓഫ് കറണ്ട്. ഇതാണ് ഓവർ പൊട്ടൻഷ്യൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക, സെറ്റിന് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിച്ച് വിജയം ഉറപ്പാക്കുക. താങ്ക് യു.